ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് യൂസർ മോഡൽസ് എന്ന് പറയുന്ന സെക്ഷൻ ആണ്. സോ നമ്മൾ ജാങ്കോയില് നമ്മളൊരു അഡ്മിൻ പേജിനകത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്സ് ആണ് വരുന്നത്, ഗ്രൂപ്പ്സും യൂസേഴ്സും. സോ നമ്മൾ അതിനകത്ത് യൂസേഴ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ യൂസേഴ്സിനകത്ത് നമുക്ക് ആ, കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ്, ഫസ്റ്റ് നെയിം ആൻഡ് സർനെയിം. ഇതാണ് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളത് യൂസേഴ്സിനകത്ത്. പക്ഷെ നമുക്ക് അല്ലാതെ ഒരു കസ്റ്റം ആയിട്ട് നമുക്ക് ഒരു ആട്രിബ്യൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും യൂസർ ഒബ്ജക്റ്റിനകത്ത്, സച്ച് ആസ് ഈസ് ആക്റ്റീവ് അല്ലെങ്കിൽ ഈ സ്റ്റാഫ് ഈസ് സൂപ്പർ യൂസർ. അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് യൂസറിന് വേറെ ആട്രിബ്യൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് യൂസറിന്റെ സ്വന്തമായിട്ടൊരു ലിങ്ക് അല്ലെങ്കിൽ അതിന്റെ പ്രൊഫൈൽ ഇമേജ്. സോ ഈ രണ്ട് ആട്രിബ്യൂട്ട്സ് നമുക്ക് വേണമെങ്കിൽ അഡീഷണലി ആഡ് ചെയ്യാം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ മോഡൽസ് ഡോട്ട് പൈ ഫയലിനകത്ത് നമ്മളൊരു വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. സോ ആ ക്ലാസ് നമ്മൾ യൂസർ ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഈ കോഡിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ഇതാണ് ഒരു കോഡിങ്ങിന്റെ എക്സാമ്പിൾ. ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ക്ലാസ് യൂസർ പ്രൊഫൈൽ ഇൻഫോ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ യൂസർ എന്ന് പറയുന്നത് മോഡൽസ് ഡോട്ട് വൺ ടു വൺ ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഈ യൂസർ ആക്ച്വലി നമ്മൾ ജാങ്കോ കോൺട്രിപ്പ് ഓഫ് മോഡൽസിലെ യൂസറിനെ ഇമ്പോർട്ട് ചെയ്ത് ആ യൂസറിന്റെ നമ്മൾ എന്താ നമ്മളൊരു കസ്റ്റമായിട്ട് ഒരു ആട്രിബ്യൂട്ട്സ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെ വൺ ടു വൺ ഫീൽഡ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ രണ്ട് വേരിയബിൾസ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ ഈക്വൽ ടു മോഡൽസ് ഡോട്ട് യു ആർ എൽ ഫീൽഡ്. അതുപോലെ തന്നെ പിക്ചർ എന്ന് പറയുന്നത് മോഡൽസ് ഡോട്ട് ഇമേജ് ഫീൽഡ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് സെൽഫ് ഡോട്ട് യൂസർ നെയിം. ഈ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ ഡീഫോൾട്ട് കീ ഫീച്ചർ ആണ്. കാരണം യൂസറിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് യൂസർ നെയിം, പാസ്വേഡ്, ഇമെയിൽ, അതുപോലെ കുറെ ഉണ്ട്. അപ്പൊ അതായിരിക്കും യൂസർ നെയിം ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. പക്ഷെ ഈ ഇമേജ് ഫീൽഡിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, നമുക്ക് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പില്ലോ എന്ന് പറഞ്ഞൊരു ലൈബ്രറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ. സോ പില്ലോ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇമേജ് ഫീൽഡ്സ് കൂടുതലും വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചില യൂസേഴ്സിന് ഈ നമുക്ക് ഇപിപ് ഇൻസ്റ്റാൾ പില്ലോ എന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എറർ എന്ന് പറഞ്ഞ് കാണിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാന്ന് പറഞ്ഞാല് നമ്മൾ ഇമേജ് ചിലപ്പോൾ ജെപെഗ് സപ്പോർട്ട്, ഈ ജെപെഗ് ഉള്ള ഇമേജ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യത്തില്ലായിരിക്കും. അപ്പൊ അതിനെ സപ്പോർട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു കമാൻഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. പിപ്പ് ഇൻസ്റ്റാൾ പില്ലോ ഇങ്ങനെ പറഞ്ഞ് ഗ്ലോബൽ ഓപ്ഷൻ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ. സോ നമ്മൾ മോഡലിനകത്ത് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിൻ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യണം. അഡ്മിൻസ് ഡോട്ട് പൈ ഫയലിനകത്ത് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കണം. അഡ്മിൻ ഡോട്ട് സൈറ്റ് ഡോട്ട് രജിസ്റ്റർ യൂസർ പ്രൊഫൈൽ ഇൻഫോ. യൂസർ പ്രൊഫൈൽ ഇൻഫോ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കോഡിംഗിന്റെ പിക്ചറിലെ ക്ലാസ് ആണ്. സോ ആ ക്ലാസ് നമ്മൾ അഡ്മിൻ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യണം. ഈ ഈ സ്റ്റാറ്റിക് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനൊരു മീഡിയ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ സ്റ്റാറ്റിക്കും മീഡിയ ഫോൾഡറും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റിക് റൂട്ടിനകത്ത് നമ്മൾ CSS JS ഫയൽസ്, പിന്നെ ഇമേജസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വെബ്സൈറ്റിന്റെ കുറച്ച് ഇമേജസ്, അതൊക്കെ എല്ലാം പോകുന്നത് ഒരു സ്റ്റാറ്റിക് ഫോൾഡറിലായിരിക്കും. പിന്നെ അതല്ല, നമ്മൾ ഒരു അപ്ലോഡ് ചെയ്യുന്ന ഒരു കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അത് നേരെ മീഡിയ ഫോൾഡറിലേക്കായിരിക്കും പോകുന്നത്. അത് മീഡിയ റൂട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റാറ്റിക് റൂട്ട്. ഓക്കെ. സ്റ്റാറ്റിക് ഫയൽസ് എല്ലാം പോകുന്നത് സ്റ്റാറ്റിക് റൂട്ടിലും പിന്നെ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റ് എല്ലാം പോകുന്നത് മീഡിയ ഫോൾഡറിലേക്കായിരിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂസർ എന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ നമുക്ക് നേരെ കോഡിംഗിലേക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മള് മോഡൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു ഫോംസ് ഡോട്ട് പൈ ഫയലിനകത്ത് ഈ ഒരു ഫോം ഉണ്ട്. അതായത് ജാങ്കോ ഫോംസിനകത്ത് നമുക്ക്
ഇങ്ങനെ ഒരു ക്ലാസ് കൊണ്ടുവരണം. അതായത് പോർട്ട്ഫോളിയോ നമ്മൾ കൊണ്ടുവരണം, പിക്ചറും കൊണ്ടുവരണം. ഓക്കെ. സോ ഇത് എല്ലാം സെയിം തന്നെ ആയിരിക്കണം. അപ്പൊ ഈ ഒരു ഫോം ആയിരിക്കും നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഫോംസിനകത്ത് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിനെ മൈഗ്രേറ്റ് ചെയ്യും. മൈഗ്രേറ്റ് ചെയ്ത് എല്ലാം മേക്ക് മൈഗ്രേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കാണാം. സോ കോഡിങ്ങില് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മോഡൽസ് ഡോട്ട് പൈ ഫയലിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്ലാസ് ആണ്. യൂസർ പ്രൊഫൈൽ ഇൻഫോ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ആയിരിക്കും. ആ ക്ലാസ്സിൽ നമ്മൾ യൂസർ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനകത്ത് വൺ ടു വൺ ഫീൽഡ് എന്ന് പറഞ്ഞ യൂസർ എന്ന് പറഞ്ഞ ഓൾറെഡി ഒരു ഇൻബിൽഡ് ക്ലാസ് ആണ്. അതുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യാൻ പോകുന്നതാണ് ഈ ലൈബ്രറിയിൽ നമ്മൾ വേരിയബിളിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോർട്ട്ഫോളിയോ സൈറ്റ് ഉണ്ട്, നമ്മൾ പ്രൊഫൈൽ പിക്കും ഉണ്ട്. ഓക്കെ. സോ പോർട്ട്ഫോളിയോ സൈറ്റ് നമ്മൾ URL ഫീൽഡ് ഒരു മെത്തേഡാണ്. അതിൽ നമ്മൾ ബ്ലാങ്ക് ഈക്വൽ ടു ട്രൂ എന്ന്, അതായത് ആദ്യമേ ബ്ലാങ്ക് ആയിരിക്കും. അതായത് യൂസർ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലാങ്ക് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്കില് നമ്മൾ ഇമേജ് ഫീൽഡാണ് കൊടുക്കുന്നത്. അതിന്റെ അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ. സോ നമ്മൾ ഇമേജ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഒരു പ്രൊഫൈൽ പിക്ക് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്തായിരിക്കും. അതായത് നമ്മൾ നേരത്തെ ഒരു മീഡിയ ഫയൽ ഉണ്ടാക്കിയല്ലോ. ഓക്കെ. ഈ മീഡിയ ഫോൾഡറിന്റെ അകത്ത് നമ്മൾ ഈ പ്രൊഫൈൽ പിക്ക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. പ്രൊഫൈൽ അണ്ടർസ്കോർ പിക്ക്. സോ ഈ ഒരു നെയിം തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്ലാങ്ക് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഈ ക്ലാസ് വിളിക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് സെൽഫ് ഡോട്ട് യൂസർ ഡോട്ട് യൂസർ നെയിം. ഇതിന്റെ യൂസർ നെയിം ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീസ് അടിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങളെ പില്ലോ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഒരു കമാൻഡ് യൂസ് ചെയ്യുക, പിപ്പ് ഇൻസ്റ്റാൾ പില്ലോ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പൊ ഇവിടെ പില്ലോ ഇൻസ്റ്റാൾ ആയി കഴിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോംസ് ഡോട്ട് പൈ ഫയലിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മോഡൽസ് നമ്മളിവിടെ യൂസർ എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യണം. ജാങ്കോ ഡോട്ട് കോൺട്രിബ് ഡോട്ട് ഓസ് ഡോട്ട് മോഡൽസിൽ നമ്മൾ യൂസറിനെ ഇമ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മള് മോഡൽസിനകത്ത് ക്രിയേറ്റ് ചെയ്ത ക്ലാസ് യൂസർ പ്രൊഫൈൽ ഇൻഫോനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലാസ് യൂസർ പ്രൊഫൈൽ ഇൻഫോ ഫോം, നമ്മളൊരു ഫോമിനകത്ത് ഇവിടെ രണ്ട് ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് യൂസർ ഫോം. ഓക്കെ. യൂസർ ഫോമിന്റെ ക്ലാസ്സിനകത്ത് നമ്മളൊരു പാസ്വേഡ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, ക്യാരക്ടർ ഫീൽഡ്. വിഡ്ജറ്റ് എന്ന് പറയുന്നത് പാസ്വേഡ് ഇൻപുട്ട് ആയിരിക്കും. സോ നമ്മൾ ഈ എൻട്രി ചെയ്യുന്ന പാസ്വേഡ് ഇൻപുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്വേഡ്സിന്റെ സെക്ഷനകത്ത് ഹാഷിംഗ് അൽഗോറിതം യൂസ് ചെയ്യും. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് അത് നേരെ ഈ അൽഗോറിതം വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത് നേരെ ഡേറ്റാബേസിലോട്ട് സേവ് ചെയ്യും. സോ പാസ്വേഡ് എന്ന് പറഞ്ഞ ഇൻപുട്ട് നമുക്ക് വേണം. അതിന്റെ തൊട്ട് താഴെ നമ്മൾ മെറ്റാ ക്ലാസ് അകത്ത് മോഡൽ എന്ന് പറയുന്നത് യൂസർ ആണ്. ഓക്കെ. സോ നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത യൂസർ എന്ന് പറഞ്ഞൊരു മോഡലാണ്. ആ യൂസറിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളെ ഫീൽഡ്സ്. നമുക്ക് വേണ്ട ഫീൽഡ്സ് എന്ന് പറഞ്ഞ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ്. ഇതൊക്കെ എല്ലാം ഡീഫോൾട്ട് ഫീച്ചേഴ്സ് ആണ് യൂസറിന്റെ ക്ലാസ്സിനകത്ത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്ത കസ്റ്റമായിട്ട് ആഡ് ചെയ്ത ആട്രിബ്യൂട്ട്സ് ഉണ്ട്, അതും കൂടെ കൊണ്ടുവരണം. അതായത് പോർട്ട്ഫോളിയോ സൈറ്റും പ്രൊഫൈൽ പിക്കും. അത് നമ്മൾ വേറൊരു ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലാസ് യൂസർ പ്രൊഫൈൽ ഇൻഫോ ഫോമിനകത്ത് നമ്മളെ മെറ്റയില് മോഡൽ എന്ന് പറയുന്നത് യൂസർ പ്രൊഫൈൽ ഇൻഫോ. ഈ യൂസർ പ്രൊഫൈൽ ഇൻഫോ നമ്മൾ നേരത്തെ മോഡൽസ് ഡോട്ട് പൈ ഫയലിൽ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണ്. അത് നമ്മളിവിടെ മോഡലിൽ സെറ്റ് ചെയ്യും. അതിന്റെ ഫീൽഡ്സ് എന്ന് പറയുന്നത് രണ്ട് ഫീൽഡാണ് നമ്മൾ ആഡ് ചെയ്തത്, പോർട്ട്ഫോളിയോ അണ്ടർസ്കോർ സൈറ്റ്, പ്രൊഫൈൽ അണ്ടർസ്കോർ പിക്ക്. ഓക്കെ. സോ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അഡ്മിൻ ഡോട്ട് പൈ ഫയലിനകത്തോട്ട് പോകും. ഓക്കെ. ഈ അഡ്മിൻ ഡോട്ട് പൈ ഫയലിനകത്ത് നമുക്ക് മോഡൽസിൽ ഓൾറെഡി 3 ആഡ് ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ ചെയ്ത സാധനമാണ്. നമ്മൾ യൂസർ പ്രൊഫൈൽ ഇൻഫോ ക്ലാസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ. നിങ്ങൾ പുതിയ സൊല്യൂഷൻ ആണെങ്കിൽ യൂസർ പ്രൊഫൈൽ ഇൻഫോ ഇത് ബാക്കി നേരത്തെ ചെയ്തിട്ടുള്ളത്, കഴിഞ്ഞ മുന്നേ സെക്ഷനിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഓൾറെഡി സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളെ യൂസർ പ്രൊഫൈൽ ഇൻഫോ ക്ലാസ് മോഡലിൽ ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം ഇതിനെ ഇന്ന് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ പൈത്തൺ manage.py migrate
ഓക്കെ, മൈഗ്രേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൈഗ്രേഷൻസിനകത്ത് 002 വേറൊരു യൂസർ പ്രൊഫൈൽ ഇൻഫോ, ഇത് നമ്മൾ മോഡൽസിനകത്ത് വേറെ പുതിയൊരു യൂസർ പ്രൊഫൈൽ ഇൻഫോ ക്ലാസ് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ മൈഗ്രേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്ക് മൈഗ്രേഷൻസ് കൊടുക്കണം. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോ ചേഞ്ചസ് ഡിറ്റക്റ്റഡ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇങ്ങനെ ചേഞ്ചസ് എന്ന് പറഞ്ഞ് കാണിക്കുക. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ അഡ്മിൻ സൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് നേരെ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിൽ യൂസേഴ്സ്, നമുക്ക് യൂസർ പ്രൊഫൈൽ ഇൻഫോസ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എറർ അടിക്കും. കാരണം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം നമുക്ക് ഈ ക്ലാസ്സിനെ അങ്ങ് ഇമ്പോർട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് ഇനി യൂസേഴ്സിനകത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറെ വരും. ഓക്കെ, സോ ഇതൊരു ഫസ്റ്റ് സെക്ഷൻ ആണ് യൂസർ മോഡൽസ്. ഇനി നമുക്ക് അടുത്തൊരു സെക്ഷൻ നോക്കാം യൂസർ മോഡലില്.